വേദ ഒരു അമ്മയാകുന്നു. വേദ ഗർഭിണിയായി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വിക്രം വേദയെ എടുത്തുയർത്തി എല്ലാവർക്കും മുൻപിൽ വെച്ച് വേദയെ കെട്ടിപ്പിടിച്ച് വേദയുടെ കവിളിലും ചുണ്ടിലും ഉമ്മ കൊടുക്കുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് വിക്രം. നാം ഏവരും കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത അങ്ങനെ എത്തുന്നു. കാട്ടിൽ വെച്ച് ഉണ്ടായ ആ അടുപ്പം അവർ നാട്ടിൽ വരുമ്പോഴും തുടരുന്നു. അങ്ങനെ വിക്രമും വേദയും പരസ്പരമുള്ള അകൽച്ചയും വഴക്കും എല്ലാം മാറ്റി നിർത്തി അവർ ജീവിക്കാൻ തുടങ്ങുന്നു. അവർ എല്ലാ രീതിയിലും ഒന്നാവുന്നു. സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് ആദ്യമായി വിക്രമിൻ്റെയും വേദയുടെയും കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാകുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ വിക്രമിനും വേദയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ സന്തോഷം രണ്ടുപേർക്കും അടക്കി പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പരസ്പരമുള്ള സ്നേഹം മറച്ചു വെക്കാതെ അവർ എല്ലാ രീതിയിലും ഒന്നിക്കുമ്പോൾ അവർക്കിടയിലേക്ക് അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഒരു കുഞ്ഞ് കടന്നു വരുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സന്തോഷ വാർത്ത വിക്രമിനെയും വേദയും തേടിയെത്തുകയും അവരുടെ ജീവിതം ഏറെ സന്തോഷകരമാവുകയും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതോടുകൂടി പൂർണ്ണമായി വിക്രം മാറി പുതിയൊരു